ഹായ് എവ്രി വൺ. BSc സൈക്കോളജിയിലെ ഫസ്റ്റ് സെമിസ്റ്ററിലെ ഫിസിയോളജിയിലെ പോർഷൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി എല്ലാ സെമിസ്റ്ററിലെയും ഫിസിയോളജീൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും ഈ ചാനലിൽ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ന്യൂറോൺസ് ആണ് നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ പല പല സിസ്റ്റംസ് ഉണ്ട്. എൻഡോക്രൈൻ സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ നെർവസ് സിസ്റ്റം ഉണ്ട്, അങ്ങനെ പല സിസ്റ്റംസ് ഉണ്ട്. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് ഹോർമോൺസുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റമാണ്. അതുപോലെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നെർവ്സും ന്യൂറോൺസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിസ്റ്റമാണ്. നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക്സ് ആണ് ന്യൂറോൺസ്. ന്യൂറോൺസ് എന്ന് പറയുമ്പോൾ ബ്രെയിനിൽ നിന്ന് സ്പൈനൽ കോഡിലേക്കും പിന്നെ നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്ന് നമ്മുടെ ശരീരത്തിലെ ബാക്കി ഭാഗങ്ങളിലേക്കും ഓരോ മെസ്സേജസ് പോകാറുണ്ട് എപ്പോഴും. ആ മെസ്സേജസ് കാരണമാണ് നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ആ മെസ്സേജ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ സഹായിക്കുന്നവരെയാണ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. ദേ ആർ ദ മെസ്സഞ്ചേഴ്സ് എന്ന് എപ്പോഴും ഓർത്തിരിക്കുക. ഇതിപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നിങ്ങളൊരു തീയിൽ തൊടുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ കൈ ഇങ്ങ് പിറകിലോട്ടാക്കും. അതിന് കാരണം നമ്മുടെ മെസ്സേജ് നമ്മുടെ തലയിൽ നിന്ന് നമ്മുടെ കൈയുടെ വിരലിൻ്റെ തുമ്പത്ത് എത്തിയത് കൊണ്ടാണ്. അത് മെസ്സേജ് ഒരിടത്ത് നിന്ന് വേറൊരിടത്തേക്ക് എത്താൻ കാരണം തന്നെ നമ്മുടെ ശരീരത്തിനുള്ളിലെ ന്യൂറോൺസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ന്യൂറോൺസ് എന്ന് മനസ്സിലായി കാണും. ന്യൂറോൺ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മെസ്സേജ് എത്തിക്കുന്നത് തന്നെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് വഴിയാണ്. ഇമ്പൾസ് എന്ന് പറയുമ്പോൾ മെസ്സേജസ് ആണ്. അതായത് ആ മെസ്സേജ് പോകുന്ന രീതിയാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. അതായത് എന്നെ ഒരാൾ ആക്ടിവേറ്റ് ആക്കി, ഞാൻ ആക്റ്റീവായിട്ട് എൻ്റെ എനർജി വേറൊരാൾക്ക് കൊടുത്തു. അങ്ങനെയാണ് ഇമ്പൾസ് ട്രാവൽ ചെയ്യുന്നത്. ന്യൂറോൺസ് നോക്കുകയാണെങ്കിൽ പലതരം ന്യൂറോൺസ് ഉണ്ട്. ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിലും സൈസിൻ്റെ അടിസ്ഥാനത്തിലും അവർ ചെയ്യുന്ന ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിലും എല്ലാം നമ്മൾ ന്യൂറോൺസിനെ പല പല കാറ്റഗറി ആയിട്ട് തിരിക്കാറുണ്ട്. അതിനു മുമ്പ് ഒരു ന്യൂറോൺ എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് പാർട്സ് ഉണ്ട്. ആ ഓരോ പാർട്സും എന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഭൂരിഭാഗം ന്യൂറോൺസും ഈ പിക്ചറിൽ കാണിക്കുന്ന പോലെ തന്നെയാണുള്ളത്. അതായത് എല്ലാ ന്യൂറോൺസിനും, നമ്മുടെ ശരീരത്തിലെ ഒട്ടുമിക്ക ന്യൂറോൺസും ഈ പിക്ചറിൽ കാണുന്ന പോലെയാണുള്ളത്. അവർക്ക് ഒരു സെൽ ബോഡി ഉണ്ടായിരിക്കും, ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. അതായത് ഇവർക്ക് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂറോൺസിന് ന്യൂക്ലിയസ് ഉണ്ട്. നമ്മളിപ്പോൾ ഓർത്തിരിക്കുക, ന്യൂക്ലിയസ് ആണ് ആ സെൻറ്ററിൽ കാണിച്ചിരിക്കുന്ന ഒരു പർപ്പിൾ കളറിൽ കാണിച്ചിട്ടുണ്ട്, അതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ പുറത്താണ് ആരുള്ളത്? സെൽ ബോഡി എന്ന് പറയുന്നത് ഉള്ളത്. അതായത് സെൽ ബോഡിക്കകത്താണ് ന്യൂക്ലിയസ് എന്ന് പഠിച്ചു വെച്ചാൽ മതി. നമ്മൾ അങ്ങനെയല്ലേ പഠിക്കുന്നത്, സെല്ലിനകത്താണ് ന്യൂക്ലിയസ്. അതുപോലെ സെല്ല് ബോഡി അല്ലെങ്കിൽ സോമ എന്നാണ് പറയുന്നത്. ഇപ്പോൾ സെൽ ബോഡി, അതിനകത്ത് ന്യൂക്ലിയസ്. അപ്പോൾ ഈ സെൽ ബോഡിക്കകത്ത് ന്യൂക്ലിയസ് അല്ലാതെ ചെറിയ ചെറിയ ഡോട്ട്സ് പോലൊരു സ്ട്രക്ചറുണ്ട്. അതിനെയാണ് നിസിൽ ഗ്രാന്യൂൾസ് എന്ന് പറയുന്നത്. നിസിൽ ബോഡീസ് അല്ലെങ്കിൽ നിസിൽ ഗ്രാന്യൂൾസ് എന്ന് പറയും. അത് കഴിഞ്ഞ് സെൽ ബോഡിക്ക് പുറത്ത് ചെറിയ ചെറിയ ഒരു ട്രീൻ്റെ ബ്രാഞ്ച് പോലെ ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് സെൽ ബോഡിയിൽ നിന്ന് പോകുന്ന ഒരു ആക്സോൺ ഉണ്ട്. നമ്മൾ ആക്സോണിനെ കാണിച്ചിട്ടില്ല, അവിടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ആ യെല്ലോ കളർ കവറിങ് കണ്ടോ? അതിനുള്ളിലാണ് ആക്സോൺ ഇരിക്കുന്നത്. ആക്സോണിൻ്റെ കവറിങ് ആണ് യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആക്സോൺ ഉണ്ട്. ആക്സോൺ എന്ന് പറയുന്നത് സെൽ ബോഡിയിൽ നിന്ന് ലീവ് ചെയ്ത് പോകും. അതിൻ്റെ മുകളിലാണ് മൈലിൻ ഷീത്ത് ഉള്ളത്. എല്ലാ ന്യൂറോൺസിനും മൈലിൻ ഷീത്ത് ഉണ്ടാവില്ല. ഇപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് മൈലിൻ ഷീത്ത് ഉള്ള ഒരു ന്യൂറോണിനെയാണ്. അപ്പോൾ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് ഒരു കവറിങ് ആണ്. അപ്പോൾ ആക്സോണിൻ്റെ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ ഒരു കവറിങ് ഉണ്ടായിരിക്കും. അതിനെയാണ് മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. ഈ മൈലിൻ ഷീറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഷ്വാൻ സെൽസ് വെച്ചിട്ടാണ്. അപ്പോൾ അത് ഓർക്കുക, ഷ്വാൻ സെൽസ് വെച്ചിട്ടാണ് മൈലിൻ ഷീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഷ്വാൻ സെൽസ് നന്നായിട്ട് കവർ ചെയ്യുമ്പോഴാണ് അതിനെ മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ആക്സോൺ ചെന്ന് അവസാനിക്കുന്നത് ഒരു ബൾബ് പോലുള്ള സ്ട്രക്ചറിലാണ്. ആദ്യം ഒരു ട്രീൻ്റെ ബ്രാഞ്ച് പോലെ വീണ്ടും വേർതിരിക്കും, എന്നിട്ട് അവസാനം ഒരു ബൾബ് പോലെ ഒരു സ്ട്രക്ചറായിട്ട് മാറും. ഈ ടെർമിനൽ ബ്രാഞ്ചസിനെയാണ് നമ്മൾ ടീലോഡെൻഡ്രിയ എന്ന് പറയുന്നത്. ടീലോഡെൻഡ്രിയയുടെ ഏറ്റവും അവസാനമായിട്ടാണ് ആക്സോൺ ടെർമിനൽ കാണുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ. ഇമ്പോർട്ടൻറ്റ് പാർട്സും ഡിസ്കസ് ചെയ്തു. ഒരു ന്യൂറോണിന് പിന്നിലുള്ള ന്യൂറോണിൽ നിന്നാണ് അവന് മെസ്സേജ് ലഭിക്കുന്നത്. അപ്പോൾ ഒരു ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിനാണ് മെസ്സേജ് കിട്ടുന്നത്. എന്നിട്ട് ഡെൻഡ്രൈറ്റ് ആ മെസ്സേജ് സെൽ ബോഡി വഴി ആക്സോൺ ടെർമിനലിലേക്ക് എത്തിക്കുന്നു. ആക്സോൺ ടെർമിനലിൻ്റെ തൊട്ടടുത്താണ് അടുത്ത ന്യൂറോൺസ് ഉള്ളത്. അപ്പോൾ അടുത്ത ന്യൂറോൺസിൻ്റെ ഡെൻഡ്രൈറ്റിലേക്ക് ആ മെസ്സേജിനെ കൊടുക്കുന്നു. അടുത്ത് നമുക്ക് ഓരോ പാർട്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സെൽ ബോഡിയുടെ ഉള്ളിലാണ് ന്യൂക്ലിയസ് കാണുന്നത്. സോമ അല്ലെങ്കിൽ സെൽ ബോഡിയെ പറ്റിയാണ് ആദ്യം പഠിക്കുന്നത്. സെൽ ബോഡിയുടെ ഉള്ളിലാണ് ന്യൂക്ലിയസ് കാണുന്നത്.
ന്യൂക്ലിയസിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. സെൽ ബോഡിക്കുള്ളിലെ ന്യൂക്ലിയസിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ 3 മുതൽ 18 മൈക്രോമീറ്റർ വരെ ഡയമീറ്റർ ആയിരിക്കും അതിനുണ്ടായിരിക്കുന്നത്. ന്യൂറോൺസിൻ്റെ ഉള്ളിലെ ന്യൂക്ലിയസിന് 46 ക്രോമസോംസ് ഉണ്ടായിരിക്കും. അല്ലാതെ ഉള്ള ന്യൂക്ലിയസിനും 46 ക്രോമസോംസ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയസിന് 46 ക്രോമസോംസ് ആണ് ഉള്ളത്. എന്നാൽ ന്യൂക്ലിയസിന് പുറത്ത് ഒരുപാട് സെൽ ഓർഗനൽസ് കാണാറായിട്ടുണ്ട്. സാധാ സെല്ലുകളിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഇവിടെയും ഒരുപാട് സെൽ ഓർഗനൽസ് ഉണ്ട്. എന്നാൽ സെൻട്രിയോൾ എന്ന സെൽ ഓർഗനൽ ന്യൂറോൺസിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പുതിയ ന്യൂറോൺസിനെ ഒരു ന്യൂറോൺസിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. കാരണം സെൻട്രിയോൾസിൻ്റെ ഫംഗ്ഷനാണ് ഒരു സെല്ലിൽ നിന്ന് പുതിയ സെൽസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂറോൺ എന്ന് പറയുന്നതും ഒരു സെല്ലാണ്. പക്ഷേ സെൻട്രിയോൾ ഇല്ലാത്തത് കൊണ്ട് ഒരു ന്യൂറോണിൽ നിന്ന് നമുക്ക് പുതിയൊരു ന്യൂറോൺ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. നമുക്ക് നിസൽ ബോഡീസിനെ പറ്റി പഠിക്കാം. നിസൽ ബോഡീസ് അല്ലെങ്കിൽ നിസൽ ഗ്രാന്യൂൾസ് എന്നാണ് പറയുന്നത്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെയാണ് നിസൽ ബോഡി എന്ന് പറയുന്നത്. ന്യൂറോണിൻ്റെ ഉള്ളിലെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നമുക്കറിയാം ഒരു സെൽ ഓർഗനലാണ്. അപ്പോൾ അതിൽ വരുന്ന ഒരു ഡിവിഷനാണ് റഫും സ്മൂത്തും. അപ്പോൾ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെയാണ് നിസൽ ബോഡി എന്ന് പറയുന്നത്. ന്യൂറോൺസിൻ്റെ ഉള്ളിൽ കാണുന്ന റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് നിസൽ ബോഡി. അപ്പോൾ ദേ ആർ ഓർഗനൽസ് ഫൗണ്ട് ഇൻ ദ സോമ ഓർ സെൽ ബോഡി ഓഫ് ന്യൂറോൺസ്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു അവർ സെൽ ഓർഗനൽസ് ആണ്. അപ്പോൾ ഇവിടെ ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ് ആണ്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഫംഗ്ഷൻ പ്രോട്ടീൻ സിന്തസിസ് ആണ്. അപ്പോൾ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസിനെയെല്ലാം പാക്ക് ചെയ്യുന്നത് വെസിക്കിൾസിലാണ്. എന്നിട്ട് അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു ന്യൂറോൺ വഴി അടുത്ത ഒരു ന്യൂറോൺസിലേക്ക്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഡെൻഡ്രൈറ്റ്സിനെ പറ്റിയാണ്. ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത് സെല്ലുലാർ എക്സ്റ്റൻഷൻസിനെയാണ് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. സെല്ലിൽ നിന്ന് പുറത്തേക്കുള്ള ചെറിയ ബ്രാഞ്ചസ് ആണ് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. അവരുടെ ഷേപ്പും സ്ട്രക്ചറും ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ട്രീൻ്റെ ബ്രാഞ്ചസ് പോലെയാണ് ഇരിക്കുന്നത്. ദിസ് ഈസ് ദ പാർട്ട് ഓഫ് ന്യൂറോൺ ദാറ്റ് ഇനിഷ്യലി റിസീവ്സ് എ സിഗ്നൽ ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺസ്. അപ്പോൾ തൊട്ടടുത്തുള്ള ന്യൂറോൺസിൽ നിന്ന് ഒരു ന്യൂറോണിന് സിഗ്നൽ കിട്ടുന്നത് ഡെൻഡ്രൈറ്റ്സ് വഴിയാണ്. ആക്സോൺസിനെ പറ്റിയാണ് അടുത്ത് നമ്മൾ പഠിക്കേണ്ടത്. ആക്സോൺസ് എന്ന് പറയുമ്പോൾ ഒരു കേബിൾ ലൈക്ക് പ്രൊജക്ഷനാണ്. സെൽ ബോഡിയിൽ നിന്ന് തുടങ്ങി അവർ അവസാനിക്കുന്നത് ആക്സോൺ ടെർമിനലാണ് അത് അവസാനിക്കുന്നത്. അപ്പോൾ അത് ലോങ് ട്യൂബ് പോലത്തെ ഒരു സ്ട്രക്ചറാണ്. ചില ന്യൂറോൺസിന് ഒരു ആക്സോണേ ഉള്ളൂ. ബട്ട് ചില ന്യൂറോൺസിൽ ഒന്നിൽ കൂടുതൽ ആക്സോൺസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് സെൽ ബോഡിയിൽ നിന്ന് പല സ്ഥലത്തേക്ക് കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ആക്സോൺ ഹില്ലോക്ക് എന്ന പാർട്ടിനെ പറ്റിയാണ് പഠിക്കുന്നത്. ആക്സോൺ ഹില്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ സെൽ ബോഡിയിൽ നിന്ന് ആക്സോൺ എന്ന ആ ലോങ് ട്യൂബ് തുടങ്ങുന്ന ആ സ്ഥലം, സെൽ ബോഡിയിൽ നിന്ന് ആക്സോൺ തുടങ്ങുന്ന ആ സ്ഥലത്തിനെയാണ് ആക്സോൺ ഹില്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ സോഡിയം ചാനൽസ് കാണുന്നത് ഈ റീജിയനിലാണ്. എന്തിനാണ് ആക്സോൺ ചാനൽസ് എന്നെല്ലാം നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. ആക്സോൺ ടെർമിനൽ എന്ന് പറയുന്നത് ആക്സോണിൻ്റെ ഏറ്റവും അറ്റത്തെ ഭാഗത്തിനെയാണ് ആക്സോൺ ടെർമിനൽ എന്ന് പറയുന്നത്. ആക്സോൺ ടെർമിനലിൽ സിനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ട്. സിനാപ്റ്റിക് വെസിക്കിൾസിൻ്റെ ഉള്ളിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്താണെന്ന് അപ്പോൾ നമ്മൾ പഠിക്കുക. ആക്സോണിൻ്റെ ഏറ്റവും അറ്റത്താണ് ആക്സോൺ ടെർമിനൽ കാണുന്നത്. ആക്സോൺ ടെർമിനലിൻ്റെ ഉള്ളിലാണ് സിനാപ്റ്റിക് വെസിക്കിൾസ് കാണുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉള്ളത്. മൈലിൻ ഷീത്ത് ആൻഡ് ഷ്വാൻ സെൽസ്. മൈലിൻ എന്ന് പറയുന്നത് ഒരു ലിപ്പിഡ് റിച്ച് ആയിട്ടുള്ള, അതായത് ഒരു ഫാറ്റി ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അത് ആക്സോണിന് ചുറ്റുമാണ് കാണുന്നത്. ആക്സോണിന് ചുറ്റും കാണുന്ന മൈലിൻ ഷീത്ത് കണ്ടിന്യൂസ്ലി അല്ല കാണുന്നത്. അതായത് ആക്സോണിൻ്റെ തുടക്കം മുതൽ ആക്സോണിൻ്റെ അവസാനം വരെ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ഷീത്ത് പോലെ അല്ല കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് ആ ഷീറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട്. അവരെയാണ് നോട്ട്സ് ഓഫ് റൺവീർ എന്ന് പറയുന്നത്. നോട്ട്സ് ഓഫ് റൺവീർ എന്ന് പറയുമ്പോൾ ഈ മൈലിൻ ഷീറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളാണ് നോട്ട്സ് ഓഫ് റൺവീർ. ഈ മൈലിൻ ഷീത്ത് ഉള്ള സ്ഥലങ്ങൾ ഒരു ഇൻസുലേഷൻ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. നമുക്കറിയാം ആക്സോണിൽ കൂടെ, അതായത് ഒരു ന്യൂറോണിൽ കൂടെ നെർവ് ഇമ്പൾസ് ട്രാവൽ ചെയ്യും. ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് രൂപത്തിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഒരു ഇലക്ട്രിസിറ്റി ട്രാവൽ ചെയ്യുന്നത് പോലെയാണ് ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ മൈലിൻ ഷീറ്റ് എന്ന് പറയുന്ന ഇൻസുലേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ അതുവഴി ഇമ്പൾസ് പോവില്ല. അപ്പോൾ ഇമ്പൾസ് ഒരു നോഡ് ഓഫ് റൺവീറിൽ നിന്ന് അടുത്ത നോഡ് ഓഫ് റൺവീറിലേക്ക് ചാടിയാണ് പോകുന്നത്. മൈലിൻ ഷീറ്റ് ഉള്ളിടത്ത് കൂടി ഇലക്ട്രിക്കൽ ഇമ്പൾസ് ട്രാവൽ ചെയ്യില്ല. മൈലിൻ ഷീറ്റ് ഇല്ലാത്ത ഗ്യാപ്പുകളെയാണ് നോഡ് ഓഫ് റൺവീർ എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. നമുക്ക് പിക്ചർ നോക്കാം. അതായത് മൈലിൻ ഷീറ്റ് ഇടയ്ക്കിടയ്ക്കുണ്ട്. അതില്ലാത്ത ഇടങ്ങളെയാണ് നോട്ട്സ് ഓഫ് റൺവീർ എന്ന് പറയുന്നത്. അപ്പോൾ ആക്സോണിൻ്റെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിടത്ത് നിന്ന് ഒരു നോഡ് ഓഫ് റൺവീറിലേക്ക് ചാടിയാണ് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും.
അപ്പോൾ നമുക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം, അങ്ങനെ 2 നെർവസ് സിസ്റ്റമാണ് ഉള്ളത്. 2 ഡിവിഷൻസാണ് നെർവസ് സിസ്റ്റത്തിനുള്ളത്, സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവും. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ബ്രെയിനും സ്പൈനൽ കോഡും അടങ്ങുന്നതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ബ്രെയിനും സ്പൈനൽ കോഡും ഒഴിച്ച് ബാക്കി എല്ലാം വരുന്നതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലെ മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ഷ്വാൻ സെൽസ് വെച്ചിട്ടും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന സെൽസ് വെച്ചിട്ടുമാണ്. അടുത്ത സിനാപ്സ് എന്തെന്നാണ് നമ്മൾ പഠിക്കുന്നത്. സിനാപ്സ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂറോണിനും അടുത്ത ന്യൂറോണിനും ഇടയിലുള്ള ജംഗ്ഷനെയാണ് സിനാപ്സ് എന്ന് നമുക്ക് വിളിക്കാവുന്നത്. ഇത് പ്ലാസ്മ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ ഗ്യാപ്പ് ഇത് നമ്മുടെ മെസ്സേജ് ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് എത്താനായിട്ട് സഹായിക്കുന്നു. നമുക്ക് ഈ ഇമ്പൾസ് അല്ലെങ്കിൽ മെസ്സേജിന് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്നും പറയാനായിട്ട് പറ്റും. ഇത് ആരുടെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്. കെമിക്കൽ സിനാപ്സ്, ഇലക്ട്രിക്കൽ സിനാപ്സ്, അങ്ങനെ 2 ഡിവിഷൻ ഉണ്ട്. കെമിക്കൽ സിനാപ്സ് ആണെങ്കിൽ അത് നടക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ സഹായത്തോടെയാണ്. അപ്പോൾ ഈ ജംഗ്ഷന് തൊട്ട് മുന്നേ ഉള്ള ന്യൂറോൺസിൻ്റെ ആക്സോൺ ടെർമിനലിൻ്റെ അവിടെയാണ് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് പറയുന്നത്. പ്രീ എന്ന് പറയുമ്പോൾ മുൻപ് എന്നല്ലേ. അപ്പോൾ എന്താണ്, നമ്മുടെ ജംഗ്ഷന് തൊട്ട് മുന്നേ ഉള്ളതാണ് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ. അതിന് ജംഗ്ഷന് തൊട്ട് ശേഷം വരുന്ന ഡെൻഡ്രൈറ്റ്സിൻ്റെ അവിടെയുള്ള പോർഷനാണ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. 2 തരം സിനാപ്സുകളാണുള്ളത്, കെമിക്കൽ സിനാപ്സും ഇലക്ട്രിക്കൽ സിനാപ്സും. ഫസ്റ്റ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നതാണ് കെമിക്കൽ സിനാപ്സ്. കെമിക്കൽ സിനാപ്സിന് ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്. രണ്ടാമത്തേതാണ് ഇലക്ട്രിക്കൽ സിനാപ്സ്. ഇലക്ട്രിക്കൽ സിനാപ്സിന് ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ആവശ്യമില്ല. ഒരു ന്യൂറോണിൽ നടക്കുന്ന പോലെ അത്രയും വേഗതയിലാണ് ഇലക്ട്രിക്കൽ സിനാപ്സിൽ ഇമ്പൾസ് ട്രാവൽ ചെയ്യുന്നത്. എന്നാൽ കെമിക്കൽ സിനാപ്സിൽ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടേ വരുള്ളൂ. കാരണം അവിടെ ആ ജംഗ്ഷനിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യേണ്ടയും പിന്നീട് അവിടെ കുറച്ച് റിയാക്ഷൻസ് നടക്കേണ്ടയും ആവശ്യമുണ്ട്. ഒരു സിനാപ്സിന് 3 ഭാഗങ്ങളാണുള്ളത്. പ്രീ സിനാപ്റ്റിക് ആക്സോൺ ടെർമിനൽ, സിനാപ്റ്റിക് ക്ലെഫ്റ്റ്, പോസ്റ്റ് സിനാപ്റ്റിക് ഡെൻഡ്രൈറ്റ്സ്. സിനാപ്സ് എന്ന് പറയുമ്പോൾ 2 ന്യൂറോൺ തമ്മിലുള്ള ജംഗ്ഷനാണ്. അപ്പോൾ ആ ജംഗ്ഷനാണ് സിനാപ്സ്. അതിന് തൊട്ട് മുന്നേ ഉള്ള ന്യൂറോണിൻ്റെ ആക്സോൺ ടെർമിനലിനെയാണ് പ്രീ സിനാപ്റ്റിക് ആക്സോൺ ടെർമിനൽ എന്ന് പറയുന്നത്. പ്രീ സിനാപ്റ്റിക് ആക്സോൺ ടെർമിനലിൻ്റെ ഉള്ളിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ്. അത് കഴിഞ്ഞ് ആ ജംഗ്ഷനെയാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. 2 ന്യൂറോൺസ് തമ്മിലുള്ള ആ ജംഗ്ഷൻ, ആ കൃത്യമായ ജംഗ്ഷനെയാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. 20 മുതൽ 30 നാനോമീറ്റർ വരെ വൈഡ് ആയിരിക്കും ആ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. അത് കഴിഞ്ഞ് പോസ്റ്റ് സിനാപ്റ്റിക് ഡെൻഡ്രൈറ്റ് ആണ്. അതായത് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്, അത് സിനാപ്സ് എന്ന് പറയുമ്പോൾ 2 ജംഗ്ഷനാണ്. ആ ജംഗ്ഷൻ കഴിഞ്ഞ് അടുത്തൊരു ന്യൂറോൺ ഉണ്ടായിരിക്കും. ആ ഒരു ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ്സിനെയാണ് പോസ്റ്റ് സിനാപ്റ്റിക് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പിക്ചർ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാകും സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്താണെന്ന്. സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ 2 ന്യൂറോൺസിൻ്റെ കൃത്യ ജംഗ്ഷനെയാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. അവിടേക്കാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യുന്നത്. ഇനി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എവിടെയാണ് ഇരിക്കുന്നത്? പ്രീ സിനാപ്റ്റിക് ആക്സോൺ ടെർമിനലിൻ്റെ ഉള്ളിൽ സിനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ട്. ആ സ്പെരിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് സിനാപ്റ്റിക് വെസിക്കിൾസ്. അതിൻ്റെ ഉള്ളിലാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇരിക്കുന്നത്. ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെയാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് റിലീസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വരുന്നതാണ് പോസ്റ്റ് സിനാപ്റ്റിക് ഡെൻഡ്രൈറ്റ്. പോസ്റ്റ് സിനാപ്റ്റിക് ഡെൻഡ്രൈറ്റിൻ്റെ ഉള്ളിൽ അയൺ ചാനൽസുകൾ ഉണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാനെല്ലാം കൃത്യമായ പ്രോസസ്സുകളുണ്ട്. കെമിക്കൽ സിനാപ്സ്, ഇലക്ട്രിക്കൽ സിനാപ്സ് എന്ന 2 തരം സിനാപ്സാണ് ഉള്ളതെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. കെമിക്കൽ സിനാപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ട പിക്ചറിലുള്ളത് കെമിക്കൽ സിനാപ്സ് ആണ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ ഇൻവോൾവ് ചെയ്യുന്നത് കെമിക്കൽ സിനാപ്സിലാണ്. ഇലക്ട്രിക്കൽ സിനാപ്സിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒന്നുമില്ല. കെമിക്കൽ സിനാപ്സ് എന്ന് പറയുമ്പോൾ 20 നാനോമീറ്റർ വരെ ആയിരിക്കും സിനാപ്റ്റിക് ക്ലെഫ്റ്റിൻ്റെ വൈഡ്. എന്നാൽ ഇലക്ട്രിക്കൽ സിനാപ്സിൽ നോക്കിയാൽ 3.5 നാനോമീറ്റർ മാത്രമേ കാണത്തുള്ളൂ. കാരണം 2 ന്യൂറോൺസ് വളരെ അടുത്തായിരിക്കും ഇലക്ട്രിക്കൽ സിനാപ്സിൽ ഇരിക്കുന്നത്. അതുമാത്രമല്ല കെമിക്കൽ സിനാപ്സിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് കുറച്ച് കുറവായിരിക്കും. ഇലക്ട്രിക്കൽ സിനാപ്സിൻ്റെ സ്പീഡ് വളരെ കൂടുതലായിരിക്കും. നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യം, കെമിക്കൽ സിനാപ്സ് എന്ന് പറഞ്ഞാൽ യൂണി ഡയറക്ഷനിലാണ്. ഒരു ന്യൂറോൺ, പിന്നെ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്, അടുത്ത ന്യൂറോൺ, അങ്ങനെ മാത്രമേ പോകാനായിട്ട് പറ്റൂ. എന്നാൽ ഇലക്ട്രിക്കൽ സിനാപ്സ് എന്ന് പറയുന്നത് ബൈ ഡയറക്ഷനിലാണ്. പല ഡയറക്ഷനിലേക്കും പോകാനായിട്ട് പറ്റും. 2 ന്യൂറോൺസ് ഉണ്ട്, ഇവിടെ കാണിച്ചിട്ടുണ്ട്. 2 ന്യൂറോൺസിൻ്റെ ജംഗ്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ കെമിക്കൽ സിനാപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ആക്ഷൻ പൊട്ടൻഷ്യൽ ഒരു ന്യൂറോണിൻ്റെ ഏറ്റവും അറ്റത്തായിട്ടുള്ള ആക്സോൺ ടെർമിനലിൽ എത്തുന്നു. എന്നിട്ട് അവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ എത്തുമ്പോൾ തന്നെ കാൽഷ്യം ചാനൽസ് ഓപ്പൺ ആകുന്നു പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിൽ. അവിടെ കാൽഷ്യം ചാനൽ ഓപ്പൺ ആകുന്നത് ആ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. കാൽഷ്യം ചാനൽ ഓപ്പൺ ആകുമ്പോൾ തന്നെ കാൽഷ്യം പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു.
എന്നിട്ട് കാൽഷ്യം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ വെസിക്കിൾസിന് ഒരു സിഗ്നൽ കൊടുക്കുന്നു. അങ്ങനെ സിനാപ്റ്റിക് വെസിക്കിൾസിൻ്റെ ഉള്ളിലാണല്ലോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉള്ളത്. സിനാപ്റ്റിക് വെസിക്കിൾസ് വന്ന് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ്റെ വാൾസിലേക്ക് ചേരുന്നു. എന്നിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആ വാൾസിൽ നിന്ന് പുറത്തേക്ക് സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് റിലീസ് ചെയ്യുന്നു. ഈ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് റിലീസ് ചെയ്യപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ്റെ ഉള്ളിലേക്ക് എടുക്കണം. അപ്പോഴാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിൽ നിന്ന് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് സിനാപ്റ്റിക് ക്ലെഫ്റ്റിൽ റിലീസ് ചെയ്യപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ്റെ ഉള്ളിലേക്ക് എടുക്കണം. അതിനായിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വന്ന് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിലുള്ള റിസപ്റ്റേഴ്സിലേക്ക് ബൈൻഡ് ചെയ്യുന്നു. ആ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് റിസപ്റ്റേഴ്സ്. ആ റിസപ്റ്റേഴ്സിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴാണ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിലേക്ക് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിൽ നിന്ന് റിലീസ് ചെയ്യപ്പെട്ട ആക്ഷൻ പൊട്ടൻഷ്യൽ റീച്ച് ചെയ്യുന്നത്. നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ന്യൂറോൺസ് ആണ്. പലതരം ന്യൂറോൺസ് ഉണ്ട്. ആദ്യം യൂണിപോളാർ ന്യൂറോൺ. സെൽ ബോഡിയിൽ നിന്ന് ഒരേ ഒരു പ്രൊജക്ഷൻ മാത്രമുള്ളതിനെയാണ് യൂണിപോളാർ എന്ന് പറയുന്നത്. നമ്മൾ ആ മുകളിലെ പിക്ചർ നോക്കുമ്പോൾ മനസ്സിലാവും, സെൽ ബോഡി ഉണ്ട്, അവിടെ നിന്ന് പുറത്തേക്ക് ഒരേ ഒരു എക്സ്റ്റൻഷൻ മാത്രമേ ഉള്ളൂ. അതാണ് യൂണിപോളാർ ന്യൂറോൺ എന്ന് പറയുന്നത്. അത് മോസ്റ്റ്ലി കാണുന്നത് എംബ്രിയോണിക് സ്റ്റേജ് ഓഫ് ഹയർ ഓർഗാനിസത്തിലാണ്. ഹയർ ഓർഗാനിസത്തിൻ്റെ എംബ്രിയോണിക് സ്റ്റേജിലും പിന്നെ ഇൻവെർട്ടിബ്രേറ്റ്സിലുമാണ് കാണുന്നത്. ബൈപോളാർ എന്ന് പറയുമ്പോൾ സെൽ ബോഡിയിൽ നിന്ന് 2 എക്സ്റ്റൻഷൻസ് ഉണ്ട്. ഒന്ന് ആക്സോണിക് പ്രോസസ്സും ഒന്ന് ഡെൻഡ്രൈറ്റിക് പ്രോസസ്സും. അങ്ങനെ 2 എക്സ്റ്റൻഷൻസ് ഉള്ളതിനെയാണ് ബൈപോളാർ എന്ന് പറയുന്നത്. അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലായിരിക്കും. ഹ്യൂമൻ ബോഡിയിലെ സെൻസറി ന്യൂറോൺസ് കുറേ പേര് ബൈപോളാർ ആയിരിക്കും, പിന്നെ കുറച്ച് പേര് സ്യൂഡോ യൂണിപോളാർ ആയിരിക്കും. സ്യൂഡോ യൂണിപോളാർ എന്ന് പറയുമ്പോൾ സെൽ ബോഡിയിൽ നിന്ന് ആദ്യം ഒരൊറ്റ എക്സ്റ്റൻഷനേ ഉള്ളൂ. എന്നിട്ട് ആ എക്സ്റ്റൻഷൻസ് പിന്നീട് പലതായിട്ട് മാറും. പിന്നീട് ഒന്നിൽ കൂടുതൽ എക്സ്റ്റൻഷൻസ് ആയിട്ട് മാറും. ഇപ്പം നമ്മൾ ഈ പിക്ചർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സ്യൂഡോ യൂണിപോളാറിൻ്റെ മുകളിലുള്ള പിക്ചർ നോക്കുമ്പോൾ ആദ്യം സെൽ ബോഡിയിൽ നിന്ന് ഒരൊറ്റ എക്സ്റ്റൻഷൻ, പിന്നീട് അത് 2 എക്സ്റ്റൻഷൻസായി മാറുന്നു. അതാണ് സ്യൂഡോ യൂണിപോളാർ എന്ന് പറയുന്നത്. അതായത് ഒരു സിംഗിൾ പ്രോസസ്സാണ് ആദ്യം ഉണ്ടായിരുന്നത്, എന്നാൽ അതിൽ നിന്ന് പിന്നീട് 2 ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നു. അതിനെയാണ് സ്യൂഡോ യൂണിപോളാർ എന്ന് പറയുന്നത്. ആദ്യം യൂണിപോളാർ പോലെ നമുക്ക് തോന്നും, പക്ഷേ അത് യൂണിപോളാർ അല്ല. കാരണം എന്താണ്, ആദ്യം ഒരു എക്സ്റ്റൻഷൻസ് ഉണ്ടായി, പിന്നെ അതിൽ നിന്ന് 2 എക്സ്റ്റൻഷൻസ് ആയി മാറി. ഒരു ആക്സോണിക്കും ഒരു ഡെൻഡ്രൈറ്റിക് എക്സ്റ്റൻഷൻസ് ആയിട്ട് മാറി. സെൻസറി ന്യൂറോൺസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി എയ്തർ ബൈപോളാർ ആയിരിക്കും അല്ലെങ്കിൽ യൂണിപോളാർ ആയിരിക്കും, സ്യൂഡോ യൂണിപോളാർ ആയിരിക്കും. ഇനി അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് മൾട്ടിപോളാർ ന്യൂറോൺസിനെ പറ്റിയാണ്. നമ്മൾ കുറച്ച് മുമ്പ് സ്ട്രക്ചർ ഓഫ് എ ന്യൂറോൺ പഠിച്ചു. അത് ആരുടെ സ്ട്രക്ചറാണ്? മൾട്ടിപോളാർ ന്യൂറോണിൻ്റെ സ്ട്രക്ചറാണ്. നമ്മുടെ ശരീരത്തിൽ കാണുന്ന മെജോറിറ്റി ഓഫ് ന്യൂറോൺസ് മൾട്ടിപോളാർ ആണ്. അതായത് സെൽ ബോഡിയിൽ നിന്ന് ഒരുപാട് ഡെൻഡ്രൈറ്റിക് എക്സ്റ്റൻഷൻസ് ഉണ്ടായിരിക്കും, പിന്നീട് ഒരു ആക്സോണിൻ്റെ എക്സ്റ്റൻഷൻസ് കാണും, അത് ചെന്ന് ഒരുപാട് ആക്സോൺ ടെർമിനലിൽ അവസാനിക്കും. അതാണ് മൾട്ടിപോളാർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ മോട്ടോർ ന്യൂറോൺസ് എല്ലാവരും മൾട്ടിപോളാർ ആണ്. അടുത്ത് നമ്മൾ എന്താണ് സെൻസറി ന്യൂറോൺ, എന്താണ് മോട്ടോർ ന്യൂറോൺ എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് സെൻസറി ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. സെൻസറി ന്യൂറോൺസിനെ അഫറൻറ്റ് ന്യൂറോൺസ് എന്നും അറിയപ്പെടുന്നു. സെൻസറി റിസപ്റ്റേഴ്സിൽ നിന്ന് ഇൻഫർമേഷൻ സ്പൈനൽ കോഡ് വഴി ബ്രെയിനിൽ എത്തിക്കുന്ന ജോലിയാണ് സെൻസറി ന്യൂറോൺസിനുള്ളത്. അതായത് സെൻസറി റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു സ്റ്റിമുലൈ നമുക്ക് കിട്ടി, അത് എക്സ്റ്റേണലും ആകാം ഇൻറ്റേർണലും ആകാം. അപ്പോൾ എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒരു തീ, അല്ലെങ്കിൽ ലൈറ്റ്, അല്ലെങ്കിൽ വലിയൊരു സൗണ്ട്, അപ്പോഴെല്ലാം നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ, അതാണ് എക്സ്റ്റേണൽ സ്റ്റിമുലൈ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റിമുലൈക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവിടെയുള്ള റിസപ്റ്റേഴ്സിൽ നിന്ന് സ്പൈനൽ കോഡ് വഴി ബ്രെയിനിലേക്ക് ഒരു ഇൻഫർമേഷൻ പോകാം. അല്ലെങ്കിൽ ഇൻറ്റേർണലും ആകാം നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റിമുലൈ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടിയാൽ അത് കുറയ്ക്കാനായിട്ട് നമുക്കൊരു റെസ്പോൺസ് വേണം. അതിനായിട്ട് നമ്മുടെ ആ ബ്ലഡ് പ്രഷർ കൂടി എന്നുള്ള ഒരു ഇൻഫർമേഷൻ സ്പൈനൽ കോഡ് വഴി ബ്രെയിനിലെത്തിക്കുന്ന ജോലിയാണ് സെൻസറി ന്യൂറോൺസിനുള്ളത്. Cell bodies of sensory neurons are located in the dorsal ganglion of the spinal cord. സെൻസറി ന്യൂറോൺസിൻ്റെ സെൽ ബോഡി ഇരിക്കുന്നത് സ്പൈനൽ കോഡിലെ ഡോർസൽ ഗാംഗ്ലിയൻ എന്ന റീജിയനിലാണ്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോട്ടോർ ന്യൂറോൺ ആണ്. മോട്ടോർ ന്യൂറോണിൻ്റെ സെൽ ബോഡി ലൊക്കേറ്റ് ചെയ്യുന്നത് മോട്ടോർ കോർട്ടെക്സ്, ബ്രെയിൻ സ്റ്റെം അല്ലെങ്കിൽ സ്പൈനൽ കോഡിലാണ്. അവരെന്താണ് ചെയ്യുന്നത്? മെസ്സേജ് നമ്മുടെ എഫക്റ്റർ ഓർഗൻസിലേക്ക് കൊണ്ട് ചെല്ലുക എന്നുള്ള ഫംഗ്ഷനാണ് മോട്ടോർ ന്യൂറോൺസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ തീ കൊണ്ടാൽ കൈവിരൽ പിറകിലേക്ക് വലിക്കണം എന്ന ഇൻഫോർമേഷൻ നമുക്ക് ബ്രെയിനിൽ നിന്ന് സ്പൈനൽ കോഡ് വഴി നമ്മുടെ വിരൽ തുമ്പിലേക്ക് എത്തുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എഫക്റ്റർ ഓർഗൻ വിരൽ തുമ്പാണ്. അപ്പോൾ എഫക്റ്റർ ഓർഗൻസ് ഒന്നുകിൽ മസിൽസ് ആയിരിക്കാം അല്ലെങ്കിൽ ഗ്ലാൻസും ആയിരിക്കാം. ഇവിടെ മോട്ടോർ ന്യൂറോൺസിൻ്റെ ഡിവിഷൻസിനൊക്കെ പറ്റി പറയുന്നുണ്ട്, അതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതല്ല, അതെല്ലാം ഔട്ട് ഓഫ് ടോപ്പിക് ആണ്.
ഇൻ്റർ ന്യൂറോൺസ് എന്ന് പറയുന്നത് മിഡിൽ മാൻ ആയിട്ട് ആക്ട് ചെയ്യുന്നു. അഫറൻ ന്യൂറോൺസ് അല്ലെങ്കിൽ സെൻസറി ന്യൂറോൺസ് തമ്മിലും മോട്ടോർ ന്യൂറോൺസ് അല്ലെങ്കിൽ എഫറൻ ന്യൂറോൺസ് തമ്മിലും കണക്ട് ചെയ്യുന്നവരാണ് ഇൻ്റർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള റീസണും ഇൻ്റർ ന്യൂറോൺസ് ആണ്. ഇൻ്റർ ന്യൂറോൺസ് മറ്റ് ഇൻ്റർ ന്യൂറോൺസ് ആയിട്ടും കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ന്യൂറോ ഫിസിയോളജി തന്നെ. അപ്പോൾ നമുക്കത് പിന്നീട് അടുത്ത സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക.